മൻമോഹൻ സിംഗിന്റെ കാലത്ത് പൊട്ടാസ് പൊട്ടിയാൽ പോലും ആ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഗോസായി ചാനലുകൾ ഉണ്ട്. അവന്മാർക്കൊന്നും ഒരു അക്ഷരം ഇപ്പം വേണ്ടണ്ട, ഇവിടുത്തെ വേണ്ടണ്ട. കാരണം ഈ നടന്നിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ഒരു ചോദ്യവും ആർക്കും ഒരാളോടും ചോദിക്കേണ്ടതില്ല. അപ്പോൾ അമേരിക്കയിൽ എന്താ ഉണ്ടായത്? അമേരിക്കയിൽ ഒരു ടിൻ ടവർ ആക്രമണം ഉണ്ടായല്ലോ. അതിനുശേഷം ആ രാജ്യം എടുത്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെത്തേഡ്സ് നോക്ക്. പിന്നെ അവിടെ എന്തെങ്കിലും സ്ഫോടനം ഉണ്ടാകുന്ന കേട്ടോ? ഞാൻ പറഞ്ഞത് നിരന്തരമായ ഭീകരാക്രമണങ്ങളിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു, എന്ത് തടഞ്ഞു എന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിലുള്ള ഉത്തരം എന്താണ്? ഇവർ ഈ കാലത്ത് കാണ്ഡഹാർ, ഈ BJP കാര്യം ഓർക്കണം. BJP എന്താണ് നമ്മുടെ അതിർത്തിയിലെ പട്ടാളക്കാരുടെ തല മുഴുവൻ അറുത്തുകൊണ്ടുപോകുന്നു പാകിസ്ഥാൻ, അത് തടയാൻ ഞാൻ വരണമെന്ന് പ്രസംഗിച്ച ആളാണ് മോദി. അത് AK-ന്റെ കാലത്ത് പട്ടാളക്കാർക്ക് നെഞ്ചിനും തലയ്ക്കും വിലയില്ല എന്ന് പറഞ്ഞ ആൾ. കാണ്ഡഹാറിൻ്റെ മുതൽ കാർഗിലിൻ്റെ മുതൽ പുൽവാമയുടെ, ഉറിയുടെ, പത്താൻകോട്ടിൻ്റെ, പെഹൽഗാമിൻ്റെ, ഡൽഹിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ രാജ്യത്തിൻ്റെ നെഞ്ചൊലച്ചിട്ടുള്ള സംഗതികൾ മൊത്തം ഉണ്ടായത് എവിടെയാണ്? അപ്പോൾ നമ്മൾ പൗരൻ്റെ ചോദ്യം ഇതാണ്, വേർ ഈസ് അവർ സെക്യൂരിറ്റി? ഈ രാജ്യത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത് ഭരണത്തിലേറിയിട്ടുള്ള ഭരണാധികാരികളെ നമ്മളുടെ സെക്യൂരിറ്റി എവിടെയാണ്? ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ആ ചോദ്യം ചോദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി കളയാമെന്നൊരു വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യാമോഹം കയ്യിൽ വെച്ചാൽ മതി. ഈ ചോദ്യം ചോദിക്കാനുള്ള ഭരണഘടനാപരമായ റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഒരു കാര്യം സംബന്ധിച്ചു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല തടയാൻ. ഞങ്ങൾ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികാരം ചെയ്തു തരാം. പ്രതികാരം ചെയ്യാൻ ആക്രമിക്കാനൊക്കെ ഉള്ള സംവിധാനം അതിവിടെ ഉണ്ട്. അതിപ്പോൾ ആർക്കായാലും പറ്റുമല്ലോ. അത് ഏത് ഭരണകൂടത്തിനായാലും പറ്റും ഇത് ചെയ്യാൻ. തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഈ ചോദ്യം ഉണ്ടല്ലോ. മൻമോഹൻ സിംഗിന്റെ കാലത്ത് പൊട്ടാസ് പൊട്ടിയാൽ പോലും ആ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഗോസായി ചാനലുകൾ ഇവിടെ ഉണ്ട്. അവന്മാർക്കൊന്നും ഒരു അക്ഷരം ഇപ്പം വേണ്ടണ്ട, ഇവിടുത്തെ വേണ്ടണ്ട. കാരണം ഈ നടന്നിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് ഒരു ചോദ്യവും ആർക്കും ഒരാളോടും ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഇത് മറുപടി പറയേണ്ട കാര്യമാണ്. ഇപ്പം മോദി ആലോചിക്കും, മോദി ലോകത്തെ വിശ്വഗുരുവാണ്. അദ്ദേഹം ലോകത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം എൻഗേജ് ചെയ്യുന്ന നേതാക്കൾ ആരൊക്കെയാണ്? ഷീ ജിൻപിങ്ങുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു, പുടിനുമായിട്ട് അദ്ദേഹം എൻഗേജ് ചെയ്യുന്നു, ട്രംപുമായിട്ട് ചെയ്യുന്നു. അവരുടെയൊക്കെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇതുപോലെ ബോംബ് പൊട്ടുന്നുണ്ടോ? അദ്ദേഹം ലോകത്തിൻ്റെ വിശ്വഗുരുവായി ഒരു പ്രത്യേക ലെയറിൽ നേതാക്കന്മാരോട്ട് എൻഗേജ് ചെയ്യുന്ന ആളാണ്, നമ്മളെപ്പോലൊന്നുമല്ല. പക്ഷേ ഈ ബാക്കിയുള്ള ലീഡേഴ്സിൻ്റെ ബീജിങ്ങിൽ ബോംബ് പൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബീജിങ്ങിനോട് എതിർപ്പുള്ള എത്ര സംഘടനകളുണ്ട്, എത്ര സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുന്ന ആൾക്കാരുണ്ട്. പൊട്ടുന്നില്ലല്ലോ. ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ പൊട്ടുന്നുണ്ടോ? അപ്പം നമ്മൾ ബാക്കി എല്ലാത്തിനും നമ്മൾ ഉയർന്നു. ഇതിലെന്തുകൊണ്ട് നമ്മൾ ഉയരാത്തത്? അതിന് മറുപടി പറയാൻ പറ്റണം. അങ്ങനെ പറയിപ്പിക്കാൻ തക്കവണ്ണം അധൈര്യം മാറ്റി വെച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഉറക്കെ സംസാരിക്കണം. അതൊന്നും ചോദ്യം ചോദിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല.